ആലപ്പുഴ വീണ്ടും കുറുവാ സംഘങ്ങളുടെ ഭീഷണിയാണ്. മോഷണങ്ങൾ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ഡിവൈഎസ്പി ആണ്, മധുസാറാണ്. സർ, ഇത് ദിവസം കഴിയുന്തോറും ഈ മോഷണ ശ്രമങ്ങൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിലൊരു ജാഗ്രത ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ആളുകൾ ആശങ്കയേറുകയാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. പോലീസ് അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതുവരെ സംഭവിച്ചിട്ടുള്ള കേസുകളുടെ അന്വേഷണം നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോനേന്ദ്രൻ സാറിന്റെ മോണിറ്ററിംഗിൽ നടന്നുവരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എമ്പാടും പല ജില്ലകളിലായിട്ട് ഇതുവരെ നടന്നിട്ടുള്ള കേസുകൾ അത് എപ്രകാരമാണ് അതിന്റെ മോഡസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ കേസുകളിലൊക്കെ പിടിയിലാക്കപ്പെട്ടവരുടെ ഹിസ്റ്ററിയും മറ്റും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു അറുതി വരുത്താനുള്ള നടപടികളുമായിട്ട് ആണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അതെല്ലാം ഒരേ സെയിം ലെവലാണ്. കാരണം അടുക്കളവാതിൽ കുത്തിത്തുറന്ന് അകത്തേക്ക് കയറുന്നു, വീട്ടിൽ ഗൃഹനാഥനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ വീട്ടിൽ ആൾതാമസമുണ്ടെങ്കിലോ അതിനെ ഭയപ്പെടുത്താൻ ഈ മോഷ്ടാക്കൾ യാതൊരു കൂട്ടാക്കുന്നില്ല. അവരെ ആ സമയത്ത് തന്നെ അവരിൽ നിന്ന് ബലാത്കാരമായി പിടിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് മലയാളികളല്ല എന്ന് ഇക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലേ? ആ രീതികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ നിലയിൽ മോഷണങ്ങൾ നടക്കുന്നത് ഒരു പുലർച്ചെ 2 മണി ആ സമയം ആണ്, 1 മണിക്ക് 2 മണിക്കൊക്കെ ഇടയാണ്. ഇതിപ്പം ക്ഷമയില്ലാത്ത രീതിയിൽ 11:30 കഴിയുമ്പോൾ തന്നെ മോഷ്ടാക്കള് ഇറങ്ങുകയാണ്. അത് ആളുകൾ ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് ഒരു അമിത ആത്മവിശ്വാസത്തിൽ ആണ് ഇറങ്ങുന്നത്. അതിൽ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകും, മദ്യം കഴിച്ചുകൊണ്ടുള്ള സംഗതിയിലാണ്. അങ്ങനെ അമിത ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ ഐഡന്റിഫൈ ഒരിക്കലും ചെയ്യത്തില്ല. അവർക്ക് CCTV ദൃശ്യങ്ങളോ മറ്റോ ഒന്നും അവർ വറീഡ് അല്ലെന്നുള്ളതാണ്. മുഖം മറച്ചിട്ടുണ്ട്. ആ രീതിയിൽ ദുർബലമായ അടുക്കളവാതില് പൊളിച്ചാണ് അകത്ത് കയറുന്നത്. വ്യക്തമായ ലീഡ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഓരോ കാര്യങ്ങൾ മറ്റ് കേസുകളുടെ പോലെ പെട്ടെന്ന് ഒരു നിഗമനത്തിൽ എത്താനോ അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താനോ ഈ കേസുകൾ സാധിക്കില്ല. കാരണം ഇത് പല സംഘങ്ങളായിട്ട് ഉള്ള ഒരു ഓപ്പറേഷനാണ്. പല ദിക്കുകളിലായിട്ട് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ടാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആയിട്ട് 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കി എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് യഥാർത്ഥ പ്രതികളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ഈ കുറുവാ സംഘങ്ങളാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഈ കണ്ടുവരാറുള്ളത് ഈ വീട്ടുകാരുണ്ടെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ ഇത്തരക്കാരുടെ ഭാഗത്തുനിന്ന് സാധാരണ രീതിയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭീതിയിലാക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി അവർ ഇതുവരെ കടന്നിട്ടില്ല. ഇത് പെട്ടെന്ന് ഇതുപോലെ ബാക്ക് ഡോർ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറിയതിനു ശേഷം മാല അതുപോലെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ എടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അവരുടെ കാര്യത്തിൽ കാണുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഉപദ്രവിച്ചിട്ടുള്ള കേസുകൾ നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ കുറവായിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ, ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ CCTV ദൃശ്യങ്ങളെ പോലും അവർ മാനിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടായാൽ പോലും അതിനെ ആ ഒരു കൺസിഡറേഷനെ അവർക്ക് ഉണ്ടാകുന്നില്ല. അതിനെ ഈ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാകുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. എങ്കിലും അത് കുറച്ച് താമസം ഉണ്ടായെങ്കിൽ തന്നെ പ്രതികളിലേക്ക് എത്താൻ ആ പ്രവർത്തനങ്ങളിലൂടെ ശ്രമങ്ങളിലൂടെ നടക്കുമെന്നുള്ളതാണ് കരുതുന്നത്. മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ഇത് നേരത്തെ മുൻപരിചയമുള്ള ടീമംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശുഭപ്രതീക്ഷ നാട്ടുകാരുടെ ആശങ്ക ഉടൻ പരിഹരിക്കാൻ പറ്റും. തീർച്ചയാണ്. അതാണ് ഇപ്പോൾ ഈ ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം അതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ സാറേ ഞാനൊരു അവസാനമായൊരു ചോദ്യം കൂടെ ചോദിക്കാം. കാരണം ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വ്യക്തമായൊരു ലീഡ്, ഇക്കാര്യത്തിൽ പ്രതികൾ ഇന്നവരാണ് അല്ലെങ്കിൽ ഈ കുറുവാ സംഘം തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലീഡ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ലൊക്കേഷൻ എവിടേക്കാണ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നമുക്കിതുവരെ ലഭിച്ചിട്ടുണ്ടോ? സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ അടക്കം തെളിവായി മാറാറുണ്ട്. നമുക്ക് ചില നിഗമനങ്ങളുണ്ട്. അത് ശരിയാണോ എന്നുള്ള കാര്യം പല വശങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കണം. അതിപ്പോൾ നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വീടും ഒരുപോലെ തന്നെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെല്ലാം ആ രീതികളെല്ലാം ഒരേ മാതൃകയിലാണെന്നുള്ളതാണ്.